Hello, welcome to all. We are starting another physics class today. അപ്പോൾ നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഷൻ ആൻഡ് പ്ലെയിൻ എന്ന ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള വെക്ടറുകളെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. ആൻഡ് വെക്ടറുകളെ ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ നമുക്ക് പാരലൽ വെക്ടർ ആണെങ്കിലും ആൻറ്റി പാരലൽ വെക്ടർ ആണെങ്കിലും എങ്ങനെയാണെന്ന് പറഞ്ഞു. നമുക്ക് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ പറഞ്ഞിരുന്നു, പാരലോഗർ ഓഫ് ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് ഇന്ന് ട്രയാങ്കിൾ ലോയും പാരലോഗർ ലോയും ഒന്ന് ആഴത്തിലിറങ്ങി പഠിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒന്നും കൂടെ ഒന്ന് പറയാം. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ പറയുന്നത് ഇഫ് നമുക്ക് ഇങ്ങനെ പറയാം, ഒ എ ഒരു ട്രയാങ്കിളിന്റെ സൈഡാണ് അല്ലെങ്കിൽ ഒരു വെക്ടറും കൂടെയാണ്. ആൻഡ് ഒ ബി ഇസ് അനദർ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഒ ബി അല്ല, എ ബി അനദർ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണ് എങ്കിൽ ദേ ആർ ഓഫ് ദ സെയിം ഓർഡർ, അല്ലെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് എങ്കിൽ ദ ക്ലോസിംഗ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഓർഡർ ഓഫ് ദ അതർ ടു സൈഡ്സ്, അതായത് ഒ എയുടെയും എ ബിയുടെയും ഓർഡറിന് അതിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായിരിക്കും മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെ വരണം? ഇതാ ഇങ്ങോട്ടല്ല, അതിന്റെ രണ്ടും ഓപ്പോസിറ്റ് എന്താ? ഈ സൈഡിലായിരിക്കും റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആ മൂന്നാമത്തെ സൈഡ് എന്ന റിസൾട്ടന്റ് വെക്ടർ എന്ന് വിളിച്ചാൽ വെക്ടർ ആർ ഈസിക്കൽ എങ്ങനെ നമുക്ക് എഴുതാമെന്നാ പറഞ്ഞത്? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്. ഇവരെ വെക്ടർ എ ആരാണ്? വെക്ടർ എ എന്ന് പറയുന്നത് ആരാണ്? ഒ എ ആണ്. ആൻഡ് വെക്ടർ ബി എന്ന് പറയുന്നത് ആരാണ്? വെക്ടർ ബി എന്ന് പറയുന്നത് എ ബി ആണ്. റിസൾട്ടന്റ് വെക്ടർ ആർ ഈക്വൽസ് ആരാണ്? അത് ഒ ബി ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഗ്രാഫിക്കൽ മെത്തേഡിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് നമുക്ക് കൃത്യമായി ഒരു വെക്ടറിനെ തന്നാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൃത്യമായി വരയ്ക്കണം, രണ്ടാമത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കൃത്യമായി വരയ്ക്കണം വിത്ത് റെസ്പെക്ട് ടു ദ ആംഗിൾ. രണ്ട് വെക്ടറുകൾ ഇപ്പോൾ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ആണ്. ഒന്നാമത്തെ വെക്ടറിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ദിസ് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഒന്നാമത്തെ വെക്ടർ ആൻഡ് സെക്കൻഡ് വെക്ടർ. അപ്പോൾ ഈ വെക്ടറുകൾ തമ്മിലുള്ള ആംഗിളുകൾ കൃത്യമായിട്ട് നിജപ്പെടുത്തണം. അങ്ങനെയൊക്കെ നമുക്ക് റിസൾട്ടന്റ് വെക്ടറിന്റെ ലെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ് കുറച്ച് ടെൻഷൻ ഉള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ലെങ്തുകളൊക്കെ ഏറ്റവും കൃത്യമായി എടുത്തില്ല എങ്കിൽ റിസൾട്ടന്റ് വെക്ടറിന് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കിട്ടാൻ. അപ്പം നമുക്കൊരു മാത്തമാറ്റിക്കൽ മെത്തേഡ് ഉണ്ട് റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. ഓർക്കുക, ഡയറക്ഷൻ അല്ല, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്കൊരു മാത്തമാറ്റിക്കൽ മെത്തേഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡ് അപ്രോച്ച് ടു ട്രയാങ്കിൾ ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ മാത്തമാറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് വെക്ടറുകൾ, രണ്ട് സൈഡുകൾ ഓഫ് എ ട്രയാങ്കിൾ വെക്ടറുകളായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് മനസ്സിലാക്കണം. മാത്രമല്ല ആ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഏത് ഡയറക്ഷനിലാണ് റിസൾട്ടന്റ് വെക്ടർ ഉള്ളത് എന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിന്റെ പ്രാക്ടിക്കൽ നോളജ് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പറ്റുന്നത് നമുക്ക് മനസ്സിലാകും. തിയററ്റിക്കലി നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആ ട്രയാങ്കിളിലോ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ സൈഡ് ഒ എ ആണ്, ഒ എ. ഓക്കെ, ഇത് നമ്മുടെ സൈഡ് എ ബി ആണ്. ഒ എ ഞാൻ വെക്ടർ പി എന്ന് വിളിക്കുവാണ്, എ ബി ഞാൻ വെക്ടർ ക്യൂ എന്ന് വിളിക്കുവാണ്. എങ്കിൽ റിസൾട്ടന്റ് വെക്ടർ വിച്ച് ഈസ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ എന്ന് പറയുന്നതിനെ ഞാൻ വെക്ടർ ആർ എന്നും വിളിക്കുകയാണ്, വെക്ടർ ആർ. അപ്പോൾ നമുക്ക് ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കൃത്യമായിട്ട് മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ ആ സിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ താഴേക്ക് വരയ്ക്കുകയാണ്. സിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ. ആ പെർപെൻഡിക്കുലറിന്റെ ഞാൻ ഇട്ട് കൊടുക്കുന്ന പേര് ഡി എന്നാണ്. ഡി പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്ന പേര്. ആൻഡ് ആൻ ആംഗിൾ ക്രിയേറ്റഡ് ഹിയർ, തീറ്റ. ഈ തീറ്റ എന്ന് വെച്ചാൽ ആരാ? ഒ എ എന്ന വെക്ടറും എ സി എന്ന വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ തീറ്റ അവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഞാൻ മറ്റൊരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, നമ്മൾ ഈ കണ്ടുപിടിക്കാൻ പോകുന്ന മാഗ്നിറ്റ്യൂഡാണ്. ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതിന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒന്നും കൂടെ പറയാം. ഡയറക്ഷൻ എടുക്കുന്നത് എപ്പോഴും റിസൾട്ടന്റ് വെക്ടറും നമ്മുടെ പി എന്ന വെക്ടറും നമ്മുടെ ബേസ് വെക്ടറും തമ്മിലാണ് നമുക്ക് റിസൾട്ടന്റ് എടുക്കേണ്ടത്. ആ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷനെ, ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് വിളിക്കുകയാണ്, ആൽഫ. അപ്പൊ നമുക്ക് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, സി ഡി എന്നാണ് പേര്. പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തപ്പോൾ നമുക്കൊരു ആംഗിൾ തീറ്റ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ആംഗിൾ സി എ ഡി എന്ന് പറയുന്നത് അപ്പൊ എത്രയാണ്? ആംഗിൾ സി എ ഡി തീറ്റയാണ്. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഇതിനെ കണക്കാക്കാം, സി ഡി ഒ എ. നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കണക്കാക്കാം, സി ഡി ഒ.
ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എങ്ങനെ എഴുതണം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അതല്ലേ ഹൈപ്പോട്ടന്യൂസ് OC ട്രയാങ്കിൾ CDOയിൽ നിന്നാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ CDOയിൽ നിന്ന് OC ഈസ് ഈക്വൽ ടു OC എന്ന് വെച്ചാൽ ആരാ? OC ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ എന്താണ്? OD സ്ക്വയർ പ്ലസ് OD ബേസ് സ്ക്വയർ പ്ലസ് ആരെ എഴുതണം? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയ DC സ്ക്വയർ എഴുതണം. ഈ പറയുന്ന OD എന്ന് പറയുന്നത് ഇതാ OD ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? OA പ്ലസ് AD എന്ന് എഴുതാമല്ലോ. OD ഈക്വൽസ് OA പ്ലസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. OA പ്ലസ് ബാക്കി എന്നാ എഴുതാം? OA പ്ലസ് ബാക്കി എന്നാ എഴുതാം? AD ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് OC സ്ക്വയർ ഈസ് ഈക്വൽ ടു ODക്ക് പകരം OA പ്ലസ് ബാക്കി എന്നാ ഉണ്ട്? AD ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്നാ എഴുതാം? DC സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് DC സ്ക്വയർ. അപ്പൊ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോയാൽ റിസൾട്ടന്റ് വെക്ടർ ആണല്ലോ OC എന്ന് പറയുന്നത്. റിസൾട്ടന്റ് വെക്ടർ ആണല്ലോ OC. അങ്ങനെയാണെങ്കിൽ R സ്ക്വയർ ഈസ് ഈക്വൽ ടു OA പ്ലസ് AD. OA ആരാ? OA എന്ന് വെച്ചാൽ വെക്ടർ P വെക്ടർ P പ്ലസ് AD സ്ക്വയർ എന്ന് ഞാനങ്ങ് എഴുതിയാണ്. AD ദ ഹോൾ സ്ക്വയർ AD സ്ക്വയർ അല്ല AD ദ ഹോൾ സ്ക്വയർ. AD എത്രയാണെന്ന് എനിക്ക് അറിയില്ല, കണ്ടുപിടിക്കാം. പ്ലസ് DC ആരാ? DC ഈ സൈഡ് അല്ലെ DC എനിക്ക് തൽക്കാലം അറിയത്തില്ല എത്രയാണെന്ന്. അതുകൊണ്ട് നമുക്ക് DC സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് ADയും DCയും ഒന്ന് കണ്ടുപിടിക്കാം. നമുക്കൊരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ടല്ലോ, CDA എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ ഉണ്ട് അല്ലേ? CDA. അതിൽ നിന്ന് നമുക്ക് തീറ്റയുടെ ഏത് സൈഡാണ്? AD. തീറ്റയുടെ ഏത് സൈഡാ? അഡ്ജസന്റ് സൈഡാണ്. അപ്പൊ നമുക്ക് ഈ വെക്ടർ Q എന്ന് വെച്ചാലുള്ള ആളാരെന്ന് അറിയാം. വെക്ടർ Q ആരാണ്? AC ആണ് വെക്ടർ Q എന്ന് പറയുന്നത്. അപ്പൊ AD എന്ന് പറയുന്നത് തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ആയതിനാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാണ്? കോസ് കമ്പോണന്റ് ആണ്. എന്ന് വെച്ചാൽ അഡ്ജസന്റ് സൈഡ് ആരാ? ഈ ട്രയാങ്കിളിന്റെ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് AD ആണ്. ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാ? തീറ്റ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടന്യൂസ്. അതാരാണ്? AC ആണ്. ഈക്വൽസ് എന്നാ എഴുതാം? കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ AC നമുക്ക് അറിയേണ്ടത് ആരാ? AD ആണ്. അങ്ങനെയാണെങ്കിൽ AD ഈക്വൽസ് എന്നാ എഴുതാം? കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ എഴുതിയാൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ മുകളിലോട്ട് എഴുതാം. അപ്പോൾ AD ഈസ് ഈക്വൽ ടു എന്നാ എഴുതാം? AD ഈക്വൽസ് എങ്ങനെ എഴുതാം? AC ഇൻറ്റു കോസ് തീറ്റ. AC ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. ഇതിൽ AC ആരാ? AC എന്ന് പറയുന്നത് വെക്ടർ Q ആ അല്ലെ? AC എന്ന് പറയുന്നത് വെക്ടർ Q ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് AD ഈസ് ഈക്വൽ ടു എന്നാ എഴുതാം? വെക്ടർ Q ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. AD ഈക്വൽസ് വെക്ടർ Q ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ നമുക്ക് AD കിട്ടി. ഇതുപോലെ നമുക്ക് ആരെ കൂടെ വേണം? DC കൂടെ വേണം. ഇതാണ് DC കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ ഒന്നും കൂടെ ഇത് ഇവിടോട്ട് എഴുതുകയാണ്. ഇത് മായ്ക്കുകയാണ്. ട്രയാങ്കിൾ CDA തന്നെയാണ്. ട്രയാങ്കിൾ CDAയിൽ നിന്ന് ആരെ കണ്ടുപിടിക്കുക? DC ആണ്. തീറ്റയുടെ ഏത് സൈഡാ? DC ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ ആരാണ്? സൈൻ കമ്പോണന്റ് ആണ്. സൈൻ കമ്പോണന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ആരാ? തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാ? DC ആണ്. DC ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാ? AC ആണ്. AC ഈക്വൽസ് എന്നാ എഴുതാം? സൈൻ തീറ്റയാണ്. ഓർ DC ഈക്വൽസ് എന്നാ എഴുതാം? കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സൈഡിലോട്ട് മാറ്റി എഴുതാം. DC ഈസ് ഈക്വൽ ടു എന്നാ എഴുതാം? DC ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? AC ഇൻറ്റു സൈൻ തീറ്റ. AC ഇൻറ്റു സൈൻ തീറ്റ. AC ആരാണ്? വെക്ടർ Q ആണ്. അപ്പോൾ നമുക്ക് എഴുതാം DC ഈക്വൽസ് Q ഇൻറ്റു ബാക്കി എന്നാ ഉണ്ട്? സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ DCയും കിട്ടി. DC ഈക്വൽസ് ആരാണ്? Q സൈൻ തീറ്റയാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയല്ലോ. ADയും കിട്ടി, DCയും കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടോട്ടൊന്ന് മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് താഴോട്ട് എഴുതാം അല്ലേ? അപ്പോൾ വെക്ടർ R സ്ക്വയർ ഈസ് ഈക്വൽ ടു T സ്ക്വയർ പ്ലസ് ഓക്കെ AD എന്ന് വെച്ചാൽ എത്രയാണ്? AD ഈക്വൽസ് Q കോസ് തീറ്റ. അപ്പോൾ നമുക്ക് എഴുതാം Q കോസ് തീറ്റ മതി. Q കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ. ഇവിടെ Pക്ക് സ്ക്വയർ വേണ്ട, കാരണം സ്ക്വയർ വെളിയിലാണ്. അപ്പോൾ വെക്ടർ P പ്ലസ് വെക്ടർ Q കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ പ്ലസ് DC എത്ര? DC ഈക്വൽസ് എങ്ങനെ എഴുതാം? Q സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ അതും എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? Q സ്ക്വയർ
സൈൻ സ്ക്വയർ തീറ്റ. കാരണം ഡി സി സ്ക്വയർ അല്ലേ, ഡി സി എത്ര, ക്യൂ സൈൻ തീറ്റയാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആർ സ്ക്വയർ ഈക്വൽസ്, ഇത് വെക്ടർ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ആർ സ്ക്വയർ ഈക്വൽസ് കാണാൻ പറ്റുന്നുണ്ടോ, ഉണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. വെക്ടർ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു വെക്ടർ പി സ്ക്വയർ എ പ്ലസ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇവിടെ പി ഉണ്ട്, പി സ്ക്വയർ ഇല്ല, ഞങ്ങൾക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറാണ് ഇത് കിടക്കുന്നത് അല്ലേ. അത് ഞാൻ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ വെച്ച് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ചെയ്താൽ പി സ്ക്വയർ, എ സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്നാ ഉണ്ട്, പി സ്ക്വയർ എ പ്ലസ്, പിന്നെ ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, ഓക്കെ, പ്ലസ് പിന്നെ എന്നാ ഉണ്ട് 2 ഇൻറ്റു എ ഇൻറ്റു ബി. അപ്പം എന്നാ എഴുതാം, 2 ഇൻറ്റു അല്ലേ, 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് പി ആണ്, ബിയുടെ സ്ഥാനത്ത് ക്യൂ കോസ് തീറ്റ ആണ്. അപ്പൊ 2 ഇൻറ്റു വെക്ടർ പി ഇൻറ്റു വെക്ടർ ക്യൂ ഇൻറ്റു ബാക്കി എന്നാ എഴുതാം, കോസ് തീറ്റ ആണ്. അത്ര എഴുതാം അല്ലേ. പ്ലസ് ആരും കൂടെ ഉണ്ട്, അങ്ങോട്ട് എഴുതിയാൽ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ താഴോട്ട് എഴുതുകയാണ്. പ്ലസ് ആരും കൂടെ ഉണ്ട്, ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കണ്ടു കാണും, ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പ് താഴോട്ട് എഴുതുകയാണ്. ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. പി സ്ക്വയർ പ്ലസ് ബാക്കി എന്നാ ഉണ്ട്, ഒരു ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, അത് അങ്ങോട്ട് എഴുതുക. ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഞാൻ ആ ക്യൂ സ്ക്വയറിനെ സൈൻ സ്ക്വയറിനെ അങ്ങ് ബ്രാക്കറ്റിലാക്കി, കാരണം ഇവിടെ ഒരു ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പോൾ ഞാൻ കോമൺ എടുത്തു ക്യൂ സ്ക്വയറിനെ, പ്ലസ് ബാക്കി എന്നാ ഉണ്ട്, കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ സൈൻ ഈ സ്റ്റെപ്പ് ഉണ്ട്, ഈ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്, പ്ലസ് ബാക്കി എന്നാ ഉണ്ട് 2pq കോസ് തീറ്റ എന്ന് എഴുതാം. 2pq കോസ് തീറ്റ. അതിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്, 1 ആണ്. അപ്പോൾ നമുക്ക് അതിനെ അങ്ങ് മായിച്ച് കളഞ്ഞാൽ നമുക്ക് എന്നാ എഴുതാം, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ബാക്കി എന്നാ ഉണ്ട് 2pq ഇൻറ്റു എന്നാ എഴുതാം, കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ആ സ്റ്റെപ്പിലേക്ക് എത്താം. അപ്പോൾ ഇതാണ് റിസൾട്ടന്റ് വെക്ടറിന്റെ ഒരു എക്സ്പ്രഷൻ. അപ്പോൾ ആർ ഈക്വൽസ് എത്രയായിരിക്കും, റിസൾട്ടന്റ് വെക്ടർ ആർ ഈക്വൽസ് എന്നാ എഴുതണം, റൂട്ട് ഓഫ് എന്നാ എഴുതാം, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ വെക്ടർ ഉണ്ട് പ്ലസ് 2 വെക്ടർ പി ഇൻറ്റു വെക്ടർ ക്യൂ ഇൻറ്റു എന്നാ എഴുതാം, കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. അതാണ് റിസൾട്ടന്റ് വെക്ടർ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ എന്ന് പറയുന്നത് റിസൾട്ടന്റ് വെക്ടർ ആണ്. ആ റിസൾട്ടന്റ് വെക്ടർ നമുക്ക് പിയും ക്യൂവും അറിയാമെങ്കിൽ ജസ്റ്റ് മാത്തമാറ്റിക്കലി ഇങ്ങനെ കണ്ടുപിടിക്കാം. അത് വെക്ടർ പി സ്ക്വയർ പ്ലസ് വെക്ടർ ക്യൂ സ്ക്വയർ പ്ലസ് ബാക്കി എന്നാ ഉണ്ട് 2pq ബാക്കി എന്നാ ഉണ്ട്, കോസ് തീറ്റയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റേ ഗ്രാഫിക്കൽ മെത്തേഡ്, അതായത് നമ്മൾ നേരത്തെ വരച്ച് പിയും ക്യൂവും ഒക്കെ വരച്ച് റിസൾട്ടന്റിന്റെ സ്കെയിലൊക്കെ എടുത്ത് വരയ്ക്കുന്നതിന് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ അനലിറ്റിക്കൽ മെത്തേഡ് ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് വെക്ടർ. അപ്പോൾ റിസൾട്ടന്റ് വെക്ടർ എത്രയായിരിക്കും, ട്രയാങ്കിൾ മെത്തേഡ് അനുസരിച്ച് മൂന്നാമത്തെ സൈഡ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ ആയിരിക്കും. അപ്പൊ ശരി, നമുക്ക് ഇതിന്റെ ഡയറക്ഷനും കൂടെ കണ്ടുപിടിച്ച് കളയാം. ഏതിന്റെയാ, നമുക്ക് ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ ദിശയും കൂടെ ഏത് ഡയറക്ഷനിലായിരിക്കും റിസൾട്ടന്റ് വെക്ടർ അപ്പിയർ ചെയ്യുന്നത്. വെക്ടർ ആണല്ലോ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അതുകൊണ്ട് കണ്ടുപിടിച്ച് കളയാം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് വെക്ടർ കിട്ടുന്നതിന് വേണ്ടി ആണ് നമ്മൾ ആൽഫ എന്ന ആംഗിൾ അവിടെ എടുത്തേക്കുന്നത് അല്ലെ. ദിസ് ഡയറക്ഷൻ ആൽഫ ഈസ് taken between the resultant vector r and vector p. അതാണ് നമ്മളിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ടന്റ് വെക്ടർ ഇൻ മാഗ്നിറ്റ്യൂഡ് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അതെങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ ആണ്. നമുക്ക് ഡയറക്ഷൻ കൂടെ കണ്ടുപിടിക്കാം. ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് വെക്ടർ നമുക്ക് അതിനു വേണ്ടി ഈ ആൽഫയാ കണ്ടുപിടിക്കണ്ടേ. ആൽഫ എന്ന ചരിവ്, അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കുകയാണ്. അതായത് പി എന്ന വെക്ടറുമായിട്ട് റിസൾട്ടന്റ് വെക്ടർ എത്രത്തോളം ചരിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ടാൻ ആൽഫ എന്ന് കണ്ടുപിടിക്കുക. ടാൻ ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടി ട്രയാങ്കിൾ ഇതാണ്, ODC എന്ന ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ODC. ട്രയാങ്കിൾ ODCയിൽ നിന്ന് ടാൻ ആൽഫ എങ്ങനെ എഴുതാം, ടാൻ ആൽഫ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡാണ്.
ഓപ്പോസിറ്റ് സൈഡ് ആരാ? ഒ ഡി സി ട്രയാങ്കിൾ ഓപ്പോസിറ്റ് സൈഡ് ആരാ? ഡി സി ആ, അഥവാ സി ഡി ആണ്. ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആരാ? അത് ഒ ഡി ആണ്. ഒ ഡി അഡ്ജസന്റ് സൈഡ് അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഡി ഡിവൈഡഡ് ബൈ ഒ ഡിക്ക് പകരം നമുക്ക് ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാം. ഒ ഡിക്ക് പകരം ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഉണ്ട്. സി ഡി ഡിവൈഡഡ് ബൈ ഒ എ എത്രയാണ്? ഒ എ എത്രയാണ്? ഒ എ ഏതാ? ഒ എ ആരാണ്? വെക്ടർ പി ആണ്. അപ്പം സി ഡിക്ക്, അപ്പോൾ നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. സി ഡി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? സി ഡി എത്രയാ? സി ഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സി ഡി എത്രയാണ്? ക്യൂ സൈൻ തീറ്റയാണ് ഡിവൈഡഡ് ബൈ ഒ എ എത്ര? ഒ എ വെക്ടർ പി ആണ്. അപ്പോൾ വെക്ടർ പി ഉണ്ട് പ്ലസ് എ ഡി എത്ര? എ ഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രയാണ്? അത് ക്യൂ കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് ടാൻ ആൽഫ ഈക്വൽസ് ഇങ്ങനെ എഴുതാം, ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് നമ്മുടെ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഈ കിട്ടിയിരിക്കുന്നത് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ദ വെക്ടർ പി ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ ആൽഫ ഇനി കണ്ടുപിടിക്കണമെങ്കിൽ എന്നാ എഴുതണം? ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്നാ എടുത്താൽ മതി? ക്യൂ സൈൻ തീറ്റ പ്ലസ് പി പ്ലസ് ക്യൂ കോസ് തീറ്റ എടുത്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് ആൽഫ ആംഗിൾ എത്ര ചരിവുണ്ടെന്ന്, അതാ വെക്ടർ പി ആയിട്ട് റിസൾട്ടന്റ് വെക്ടറിന് എത്രത്തോളം ചരിവുണ്ട്, ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അപ്പൊ ഇതാണ് ട്രയാങ്കിൾ ലോയില് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയാം. അപ്പൊ അടുത്ത് നമുക്ക് പാരലോഗർ ലോ ഓഫ് വെക്ടർ അഡീഷനും കൂടെ നോക്കാം. അപ്പൊ നമുക്ക് പാരലോഗർ ലോ എന്താണെന്ന് നോക്കാം. പാരലോഗർ ലോ കഴിഞ്ഞ ദിവസം പഠിച്ചതനുസരിച്ച് നമുക്ക് ഒ എ എന്നൊരു വെക്ടർ ഉണ്ട്. ഒ എ അതാണ് ഒ എ എന്നൊരു സൈഡ് ഉണ്ട്. അതിന്റെ വെക്ടർ, ആ സൈഡ് റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടറാണ് പി. ഇത് ഒ ബി എന്നൊരു സൈഡാണ്, ആ സൈഡ് റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടറാണ് ക്യൂ. എങ്കിൽ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡയഗണൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഫ്രം വിച്ച് വി ക്യാൻ ഡ്രോ ഓർ കംപ്ലീറ്റ് ദ പാരലോഗ്രാം. നമുക്ക് ആ ഡയഗണൽ ഉപയോഗിച്ച് ആ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഡയഗണൽ ആയിരിക്കും ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് വെക്ടർ മെയ്ഡ് ബൈ വെക്ടർ പി ആൻഡ് വെക്ടർ ക്യൂ. അപ്പൊ നമ്മളിങ്ങനെ പഠിച്ച വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ എന്ന് പഠിച്ചാൽ മതി. പക്ഷെ ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. അതിൽ പിക്ക് 5 ക്യൂക്ക് 6 കിട്ടിയാൽ നമുക്ക് 5-6 സെന്റിമീറ്റർ ഒക്കെ എടുത്ത് വരച്ചാൽ റിസൾട്ടന്റ് വെക്ടർ വിത്ത് ദ ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഇസ് ഗിവൺ. അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ പിയും ക്യൂവും തമ്മിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് വെക്ടർ കണ്ടുപിടിക്കാം. പക്ഷെ നമുക്കത് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞുള്ള ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് മെത്തേഡ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് പ്രോസസ്സ്. അപ്പൊ നമുക്ക് ഇവിടെ റിസൾട്ടന്റ് വെക്ടർ എന്ന ഡയഗണലിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാം യൂസിങ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെയും റിസൾട്ടന്റ് വെക്ടറായ ആറിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാനൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുകയാണ്. പെർപെൻഡിക്കുലർ ഞാൻ ആ ഒ എ എന്ന വെക്ടർ പി എന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് തീറ്റയാണ് ആംഗിൾ. ദിസ് ഈസ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഞാൻ ആ ട്രയാങ്കിളിന്റെ പേരും കൂടെ കൊടുക്കുകയാണ്. കൊടുക്കുന്ന പേര് സി ഡി എന്ന് പേര് കൊടുത്താൽ സി ഡി ഒ അല്ലെങ്കിൽ എ ഡി സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആംഗിൾ ഡി എ സി ഇപ്പോൾ എത്ര? ആംഗിൾ ഡി എ സി ഡി എ സി എന്ന് പറയുന്നത് എന്താണ്? തീറ്റയാണ്. അപ്പൊ നമുക്ക് നോക്കാം, പൈതഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഏത് ട്രയാങ്കിളാണെന്ന് അറിയാമോ? ഒ ഡി സി എന്ന ട്രയാങ്കിളിൽ, ഒ ഡി സി ഏതാ? ട്രയാങ്കിൾ ഒ ഡി സിയില് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഒ ഡി സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആരാണ്? ഒ സി സ്ക്വയർ ആണ്. ഒ ഡി സി എന്ന ട്രയാങ്കിളില് ഒ സി ആണ് ഹൈപ്പോട്ടന്യൂസ്. ഈക്വൽസ് ബേസ് ആരാണ്? ഒ ഡി സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ആരാണ്? സി ഡി സ്ക്വയർ ആണ്. ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ ഡിക്ക് പകരം എനിക്ക് ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാമല്ലോ. ഒ ഡിക്ക് പകരം ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാം. അപ്പോൾ ഒ ഡിക്ക് പകരം ഒ എ പ്ലസ് എ ഡി ഇത് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് സി ഡി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഒ സി ആണല്ലോ നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. ഒ സി അല്ലേ നമ്മുടെ ഡയഗണലിന്റെ ലെങ്ത്. ആ ഡയഗണലിന്റെ ലെങ്ത് ആണല്ലോ നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ ആരാണ്? ഒ എ എന്ന് വെച്ചാൽ വെക്ടർ പി ആണ്. പ്ലസ് എ ഡി അറിയാൻ പാടില്ല, അതുകൊണ്ട് അങ്ങനെ എഴുതി നിർത്താം. പ്ലസ് സി ഡി സ്ക്വയർ ആണ്. വീണ്ടും നമുക്ക് എ ഡിയും സി ഡിയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയ എ ഡി സിയിൽ നിന്ന് അഥവാ സി ഡി എയിൽ നിന്ന്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയ സി ഡി എയിൽ നിന്ന് സൈൻ തീറ്റ എന്ന് വെച്ചാൽ ഈ ട്രയാംഗിൾ കാണാൻ നിങ്ങൾക്ക്, ഇതാണ് നമ്മുടെ ട്രയാംഗിൾ എന്ന് പറയുന്നത്. സൈൻ തീറ്റ, തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? സൈൻ തീറ്റ. ഡി സി അഥവാ സി ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് 90ക്ക് ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ സി ആണ്. ഓക്കെ, അപ്പോൾ സി ഡി ഈസ് ഈക്വൽ ടു എന്നാ എഴുതാം? എ സി സൈൻ തീറ്റയാണ്. സി ഡി ആവശ്യമുണ്ടോ? ഇവിടെ ഉണ്ട്. സി ഡി നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആരെ കൂടെ വേണം? എ ഡിയും വേണം. എ ഡി കണ്ടുപിടിക്കാൻ വേണ്ടി എ ഡി തീറ്റയുടെ ആരാണ്? അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ നമുക്ക് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ്, ഈ ട്രയാംഗിൾ അഡ്ജസന്റ് സൈഡ് ബൈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയ ഹൈപ്പോട്ടന്യൂസ് എന്ന് എഴുതാം. എ ഡി ബൈ എ സി എന്ന് എഴുതാം. അപ്പൊ എ ഡി ഈക്വൽസ് എന്നാ എഴുതാം? എ ഡി ഈക്വൽസ് കാണാൻ കഴിയുന്നുണ്ടായിരിക്കുമല്ലോ, എ സി കോസ് തീറ്റ എന്ന് എഴുതാം. എ സി കോസ് തീറ്റ. അല്ല, ഒന്നും കൂടെ ഒന്ന് എഴുതാം. അവിടെ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഒന്നും കൂടെ അതിനോട് മാറ്റി എഴുതാം. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. ട്രയാംഗിൾ ആരാണ്? സി ഡി എ ട്രയാംഗിളിൽ നിന്ന് കോസ് തീറ്റ കണ്ടുപിടിക്കണം. കോസ് തീറ്റ ഈക്വൽസ് ആരാ? അഡ്ജസന്റ് സൈഡായ എ ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാണ്? എ സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ഡി ഈക്വൽസ് എന്നാ എഴുതാം? എ ഡി ഈസ് ഈക്വൽ ടു എന്നാ എഴുതാം? എ ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ ഡി ഈക്വൽസ് എ സി ഇൻറ്റു കോസ് തീറ്റ, എ സി ഇൻറ്റു കോസ് തീറ്റ എന്നും എഴുതാം. അപ്പോൾ നമുക്ക് എ ഡിയും കിട്ടി അല്ലേ? എ ഡിയും കിട്ടി. ഇതാണ് എ ഡി. സി ഡിയും കിട്ടി. എ സി ഇൻറ്റു സൈൻ തീറ്റ രണ്ടും കിട്ടി. ഓക്കെ, ഇപ്പോൾ രണ്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് വെക്ടറിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു വെക്ടർ പി പ്ലസ് എ ഡി എത്രയാ? എ ഡി ഉള്ളത് എ സി കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഇനി എ സി ആരാ? എ സി അത് നമ്മൾ എഴുതിയില്ലല്ലോ. എ സി ആരാ? എ സി എന്ന് പറയുന്നത് പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ക്യൂ ആണെങ്കിൽ ഇത് എന്താ? ക്യൂ ആ. ഏത് ക്യൂ ആണെങ്കിലാ? ഒ ബി ക്യൂ ആണെങ്കിൽ എ സിയും ക്യൂ ആ. ഒ എ വെക്ടർ പി ആണെങ്കിൽ ഡി സിയും എന്താ? വെക്ടർ പി ആ. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം സെയിം ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എ സിക്ക് പകരം ആരെ എഴുതാം? എ സിക്ക് പകരം വെക്ടർ ക്യൂ എന്ന് എഴുതാം. വെക്ടർ ക്യൂ പ്ലസ് സി ഡി എത്രയാണ്? സി ഡി ഈക്വൽസ് എ സി സൈൻ തീറ്റ ആണ്. എ സി എത്രയാണ്? എ സി എത്രയാ? എ സി ഇതല്ലേ? എ സി എത്രയാണ്? ക്യൂ ആണ്. അപ്പോൾ ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും ഓപ്പൺ ചെയ്യാം. പി എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് വെക്ടർ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു വെക്ടർ പി സ്ക്വയർ എസ് പ്ലസ് വെക്ടർ ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 ഇൻറ്റു വെക്ടർ പി ഇൻറ്റു വെക്ടർ ക്യൂ ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, പ്ലസ് രണ്ടാമത് ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതും. ശരി, അങ്ങനെയാണെങ്കിൽ അത് മുകളിലോട്ട് എഴുതുവാണേ. ഇവിടെ എഴുതാൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടോട്ട് എഴുതുകയാണേ. വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ഇവിടെ പി ഉണ്ടല്ലോ, കാണുന്നുണ്ട്. അപ്പോൾ പി സ്ക്വയർ എഴുതിയിട്ടുണ്ട്. വെക്ടർ പി സ്ക്വയർ പ്ലസ് ഇവിടെ ഒരു ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പോൾ ക്യൂ സ്ക്വയർ കോമൺ എടുത്താൽ സൈൻ സ്ക്വയർ തീറ്റ അതാണ്ട് ഇയാളെ പ്ലസ് ഇവിടെ ഒരാളുണ്ടല്ലോ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബാക്കി എന്നാ ഉണ്ട്? ഇനി എന്നാ ഉണ്ട്? പ്ലസ് 2pq എന്നാ എഴുതാം? കോസ് തീറ്റ എന്ന് എഴുതാം. ഒന്നും കൂടെ എഴുതാം. ഞാൻ ഇവിടെ വെട്ടവും കാണുന്നില്ല എങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഒന്നും കൂടെ എഴുതാം. റിസൾട്ടന്റ് വെക്ടർ, ആ വെക്ടർ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു വെക്ടർ പി സ്ക്വയർ, ഇതാണ് വെക്ടർ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ കോമൺ എടുത്താൽ ഇതാണ്ട് ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇതാണ്ട് ഇവിടെ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. പ്ലസ് എന്നാ എഴുതാം? 2pq കോസ് തീറ്റ എന്ന് എഴുതാം.
അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അതിന് എന്നാ എഴുതാം? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലേ? അപ്പൊ വെക്ടർ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു വെക്ടർ പി സ്ക്വയർ എ പ്ലസ് വെക്ടർ ക്യൂ സ്ക്വയർ എ പ്ലസ് 2pq കോസ് തീറ്റ എന്ന് എഴുതാം. ആൻഡ് റിസൾട്ടന്റ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു, അപ്പൊ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് പി സ്ക്വയർ എ പ്ലസ് ക്യൂ സ്ക്വയർ എ പ്ലസ് 2pq കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ സാധിച്ചു. റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി നമുക്ക് ആരെ കൂടെ വേണം? ഡയറക്ഷൻ കൂടെ വേണം. അതുകൂടെ കണ്ടുപിടിക്കാം. ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമ്മൾ പറഞ്ഞു നമുക്ക് എടുക്കാൻ പോകുന്ന ഡയറക്ഷൻ. അപ്പോൾ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എഴുതി വെക്ടർ പി സ്ക്വയർ പ്ലസ് വെക്ടർ ക്യൂ സ്ക്വയർ പ്ലസ് വെക്ടർ 2pq 2 ഇൻറ്റു വെക്ടർ പി ക്യൂ കോസ് തീറ്റയാണ്. ഡയറക്ഷൻ എടുക്കാൻ പോകുന്ന നോക്കിക്കോട്ടെ. ഇതാണ് ആൽഫ എന്ന ആംഗിൾ. ആൽഫ, ഈ ആൽഫ എന്ന ആംഗിൾ ആര് നമ്മൾ എടുത്തേക്കുന്നത്? നമുക്ക് കാണാം OA എന്ന വെക്ടർ പിക്കും റിസൾട്ടന്റ് വെക്ടറിന്റെ ഇടയ്ക്കാണ് ആൽഫ എടുത്തേക്കുന്നത്. ആൽഫ ടാൻ ആൽഫ എന്ന് പറയുന്നത് എത്രയാ? ടാൻ ആൽഫ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ടാൻ ആൽഫ എടുത്താൽ, ടാൻ ആൽഫ എന്ന് വെച്ചാൽ ഇതാണ് ട്രയാങ്കിൾ, നമ്മുടെ വലിയ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ പേര് ട്രയാങ്കിൾ ആരാണ്? ODC ആണ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇതാണ് ഡി, ഇവിടെ കാണാൻ പറ്റുള്ളൂ. ODC ആണ്. ടാൻ ആൽഫ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്. അതാരാ? DC ആണ്. DC ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആരാ? OD. ഞാൻ CD എന്ന് എഴുതിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അതായത് ടാൻ ആൽഫ എടുക്കുമ്പോൾ ആൽഫയാണ്, ഇതാണ് ആൽഫ. ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡായ CD ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡായ OD. അപ്പൊ നമുക്ക് CD ഡിവൈഡഡ് ബൈ ODക്ക് പകരം OA പ്ലസ് AD എന്ന് എഴുതാം. OA പ്ലസ് AD ദാറ്റ് ഈസ് ഈക്വൽ ടു CD എത്ര നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? CD എത്രയാണ്? CD കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് AC സൈൻ തീറ്റയാണ്. AC എത്രയാണ്? AC വെക്ടർ Q ആണ്. അപ്പൊ നമുക്ക് എഴുതാം വെക്ടർ Q സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ OA എത്ര? OA എന്ന് വെച്ചാൽ നമ്മുടെ ആരാ? വെക്ടർ P ആ. OA വെക്ടർ P ആണ്. പ്ലസ് AD എത്ര? AD എന്ന് പറഞ്ഞാൽ AD എന്ന് വെച്ചാൽ AC കോസ് തീറ്റ. AC എത്രയാണ്? AC ഇതാ. AC എങ്ങനെ എഴുതാം? Q ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ടാൻ ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു, നമുക്കൊന്ന് എഴുതിയാൽ പെട്ടെന്ന് എഴുതിയാൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു Q സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ വെക്ടർ P പ്ലസ് വെക്ടർ Q ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. കാണാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നും കൂടെ മുകളിലേക്ക് എഴുതാം. ഇവിടെ മായ്ച്ചിട്ട് എഴുതാം. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു Q സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ വെക്ടർ P പ്ലസ് വെക്ടർ Q ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ ആൽഫ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്നാ എഴുതാൻ മതി? Q സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ വെക്ടർ P പ്ലസ് വെക്ടർ Q cos theta, and that makes the direction of the resultant vector made with the vector P and the resultant vector. അപ്പോൾ അവിടെ നമുക്ക് അതും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടന്റ് വെക്ടർ ഇങ്ങനെ കിട്ടി അല്ലേ? എന്തൊക്കെയാണ് കിട്ടിയ? റിസൾട്ട് വെക്ടർ R ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എന്തൊക്കെ കിട്ടി? വെക്ടർ P പ്ലസ് വെക്ടർ Q പ്ലസ് 2pq cos theta എന്ന് കിട്ടി. നമുക്ക് കുറച്ച് കണ്ടീഷൻസ് നോക്കാം, ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. അതായത് നമ്മളിപ്പോൾ വെക്ടർ പി യും വെക്ടർ ക്യൂ എടുത്ത് എങ്ങനെയാണ്? വെക്ടർ പി യും വെക്ടർ ക്യൂവും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90, അല്ലെങ്കിൽ ദർ ഇസ് ആൻ ആംഗിൾ ക്രിയേറ്റഡ് ബിറ്റ്വീൻ വെക്ടർ പി ആൻഡ് വെക്ടർ ക്യൂ. അത് 90 ആകാം, അല്ലെങ്കിൽ കൂടുതലാകാം, കുറവാകാം. ഈ വെക്ടർ പിയും വെക്ടർ ക്യൂ എന്ന് പറയുന്നത് തമ്മിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ, അതായത് പീറ്റ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, ഇത് വെക്ടർ പി ആണ്, വെക്ടർ ക്യൂ ആണ്, ആംഗിൾ 0 ആണെങ്കിൽ എന്നാ എഴുതാം? റിസൾട്ടന്റ് വെക്ടർ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എങ്ങനെ എഴുതണം? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് കോസ് തീറ്റ കോസ് 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ R ഈക്വൽസ് എന്നാ കിട്ടും? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇത് കിട്ടും അല്ലേ? അതർവൈസ് R ഈക്വൽസ് എന്നാ എഴുതാം? പി പ്ലസ് ക്യൂ എന്ന് എഴുതാം. ഇനി അങ്ങനെയാണെങ്കിൽ ആൽഫ എടുക്കണമെങ്കിലോ? ആൽഫയുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളിപ്പോൾ എഴുതിയായിരുന്നല്ലോ, ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്ന് എഴുതിയത് നമ്മളല്ല. അങ്ങനെ ഡയറക്ഷൻ അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചെടുത്തല്ലോ. അങ്ങനെയാണെങ്കിൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു സൈൻ ഓഫ് 0 ഡിവൈഡഡ് ബൈ
പി പ്ലസ് ക്യൂ ഒ ഇൻറ്റു കോസ് ഓഫ് 0. സൈൻ 0 എത്രയാണ്? 0 ആണ്. പി പ്ലസ് ക്യൂ ഇൻറ്റു കോസ് 0 എത്രയാണ്? 1 ആണ്. പക്ഷേ 0/1 എന്താ? ആൻസർ ഇല്ല, 0 ആയി പോകത്തില്ല. അപ്പോൾ ഡയറക്ഷൻ എന്താ? ഡയറക്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാം. ഓർ ആൽഫ ഈക്വൽസ് എന്താന്ന് പറയാം? ആൽഫ ഈക്വൽസ് 0 ആണ്. അപ്പോൾ ഡയറക്ഷൻ ഇല്ല എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആൽഫ 0 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആൽഫ 0 ആണെന്ന് വെച്ചാൽ അർത്ഥം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പാരലൽ വെക്ടറിനൊക്കെയുള്ള ഡയറക്ഷൻ ഈസ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് പി ആൻഡ് ക്യൂ ആണ്. അതായത് റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ വെൻ ദ വെക്ടേഴ്സ് ആർ ഇൻക്ലൈൻഡ് വിത്തൗട്ട് എനി ആംഗിൾ, അല്ലെങ്കിൽ രണ്ട് വെക്ടറുകളും പാരലാണെങ്കിൽ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ഈസ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ആരായിരിക്കും? പി ആൻഡ് ക്യൂ ആയിരിക്കും. അതാണ് ആൽഫ ഈക്വൽ 0യുടെ അർത്ഥം. അതായത് റിസൾട്ടന്റ് വെക്ടർ ഇതുവഴി തന്നെ ആയിരിക്കും, പിയുടെ ക്യൂയുടെ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഈ വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ 90 ആണെങ്കിൽ എന്നാ പറ്റുമെന്ന് നോക്കാം. വെക്ടർ പിയും വെക്ടർ ക്യൂവും തമ്മിലുള്ള ആംഗിൾ 90 ആണെങ്കിൽ എന്നാ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ 90 ആവുകയാണെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ ആർ ഈക്വൽസ് എന്നാ എഴുതണം? റൂട്ട് ഓഫ് പി സ്ക്വയർ എ പ്ലസ് ക്യൂ സ്ക്വയർ എ പ്ലസ് 2pq ഇൻറ്റു കോസ് തീറ്റ. കോസ് 90 ആ, കോസ് 90 1 ആ. അപ്പോൾ റിസൾട്ടന്റ് വെക്ടർ എങ്ങനെ എഴുതാം? ആർ ഈക്വൽസ് റൂട്ട് ഓഫ് പി സ്ക്വയർ എ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഡയറക്ഷൻ എന്തായിരിക്കും? ഡയറക്ഷൻ tan alpha is equal to നമ്മൾ നേരത്തെ എഴുതി q sin theta divided by p plus q sin theta divided by p plus q cos theta അല്ലേ? അപ്പോൾ തീറ്റ എത്രയാണ്? 90 ആണ്. sin theta 990. ഇവിടെ എന്നാ പറ്റും? cos theta cos 90 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ tan alpha is equal to എത്രയായിരിക്കും? q sin 90 1 ആണ്. 1 divided by q by വെക്ടർ q by cos 90 എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ക്യൂ 0 ആയി പോകും. അപ്പോൾ വെക്ടർ ക്യൂ ബൈ എന്നാ കിട്ടും? വെക്ടർ പി ആയിരിക്കും ടാൻ ആൽഫ. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ആൽഫ ഈസ് ഇക്വൽ ടാൻ ഇൻവേഴ്സ് എന്തായിരിക്കും? ക്യൂ ബൈ പി ആയിരിക്കും. ഇനി നമ്മുടെ ഈ വെക്ടറുകൾ തമ്മിലുള്ള ആംഗിള് ആന്റി പാരലൽ ആണെങ്കിൽ, എന്താ ആന്റി പാരലൽ എന്ന് വെച്ചാൽ? ഇത് വെക്ടർ പി ആണ്, ഇത് വെക്ടർ ക്യൂ. ആന്റി പാരലൽ എന്ന് വെച്ചാൽ 180 ഡിഗ്രി ആണ് രണ്ട് വെക്ടറുകളിൽ നിന്ന്, ഒരാൾ മുമ്പോട്ട് ഒരാൾ പിറകിലോട്ട് ആണെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ എങ്ങനെ എഴുതണം? റിസൾട്ടന്റ് വെക്ടർ റൂട്ട് ഓഫ് പി സ്ക്വയർ എ പ്ലസ് ക്യൂ സ്ക്വയർ എ പ്ലസ് 2pq ഇൻറ്റു കോസ് 180 ആണ്. അപ്പൊ 2pq ഇൻറ്റു കോസ് 180 ആണ്. കോസ് 180 എത്രയാണെന്ന് അറിയാമോ? കോസ് 180 -1 ആണ്. അപ്പൊ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വെക്ടർ പി സ്ക്വയർ പ്ലസ് വെക്ടർ ക്യൂ സ്ക്വയർ മൈനസ് 2pq. ശരിയല്ലേ? അപ്പൊ ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab അല്ലേ കിടക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് സോൾവ് ചെയ്താൽ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പി സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ റിസൾട്ടന്റ് വെക്ടർ ആർ ഈക്വൽസ് എന്നാ എഴുതണം? വെക്ടർ പി മൈനസ് വെക്ടർ ക്യൂ എന്ന് എഴുതാം. മാത്രമല്ല ടാൻ ആൽഫ അപ്പൊ എത്ര ആയിരിക്കും? ഡയറക്ഷൻ എത്ര ആയിരിക്കും? ടാൻ ആൽഫ ഈക്വൽസ് എങ്ങനെ നമ്മൾ എഴുതുന്നത്? ക്യൂ സൈൻ തീറ്റ ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ എങ്ങനെ എഴുതാം? കോസ് തീറ്റ. അപ്പോ ടാൻ ആൽഫ എന്ന് പറയുന്നത് ക്യൂ സൈൻ തീറ്റ സൈൻ 180 അല്ലേ? അപ്പൊ ക്യൂ ഇൻറ്റു സൈൻ 180. സൈൻ 180 വാല്യൂ എത്രയാണെന്ന് അറിയാമോ? 180 0 ആണ്. അപ്പൊ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ ഇൻറ്റു സൈൻ 180യുടെ വില എത്ര? 0 ആണ്. അപ്പൊ 0 ആകുമ്പോൾ മുകളിൽ 0 ആയി പോയില്ലേ? അപ്പൊ ആൻസർ മൊത്തത്തിൽ എന്നാ ആയിപ്പോയി? 0 ആയിപ്പോയി. അപ്പൊ ടാൻ ആൽഫ ഈക്വൽ 0 എന്ന് കിട്ടി. അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ 0 എന്ന് എഴുതാം. ഓർ നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാം 180 ഡിഗ്രി. എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് പി വെക്ടർ ആണോ കൂടിയത്, ക്യൂ വെക്ടർ ആണോ കൂടിയത്, ഏത് വെക്ടർ ആണോ കൂടിയത്? ദ റിസൾട്ടന്റ് വെക്ടർ വിൽ ബി ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ലാർജർ വെക്ടർ. പി ആ കൂടിയതെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ആ കൂടിയതെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ പിയുടെ ഡയറക്ഷനിലായിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യൂ ആ കൂടിയതെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ ക്യൂവിന്റെ ഡയറക്ഷൻ ആയിരിക്കും. പിയുടെ ഡയറക്ഷൻ ആണെങ്കിൽ 0 ഡിഗ്രി ആണ്, ക്യൂയുടെ ഡയറക്ഷൻ ആണെങ്കിൽ 180 ഡിഗ്രി പുറകിലോട്ടായിരിക്കും. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. അപ്പോ when the vectors are at 180 degree difference, the magnitude of the vector is r equals the difference of two vectors, and direction is either on 0 degree or at 180 degree. That is either of the vector p or q that is which vector is larger, the resultant vector is on that direction. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉള്ളത്. നമ്മൾ ഇന്ന് പഠിച്ചത് മാത്തമാറ്റിക്കൽ മെത്തേഡാണ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് വെക്ടർ
ഓഫ് ട്രയാങ്കിൾ ലോ ആൻഡ് പാരലോഗ്രാം ലോ. രണ്ടും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. താങ്ക് യു.